എല്ലാവർക്കും നമസ്തേ. ഇന്നലെ മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്തയുടെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ഇതെന്ത് കുന്തമാണ്? ദളിത് ക്രൈസ്തവർ, അങ്ങനെ ഒരു സാധനമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾക്കെല്ലാം അറിയാം, ദളിത് എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ്. സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സനാതനധർമ്മത്തിൽ ഉൾപ്പെട്ട ഹൈന്ദവ, സിഖ്, ബൗദ്ധ, ജൈന വിഭാഗങ്ങളിൽ മാത്രമാണ് ദളിതം എന്ന് പറയുന്ന ഒരു വിഭാഗമുള്ളത്. ഇവർ പറയുന്നത് എന്താണ്? ക്രിസ്തു മതത്തിൽ ജാതിയില്ല, യേശുക്രിസ്തുവിൻ്റെ അനുയായികളെല്ലാം ഒറ്റ ഒരു ജാതിയാണ് എന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അങ്ങനെ പറഞ്ഞാണ് പണ്ട് കാലത്ത് നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽ, അതായത് സനാതന ധർമ്മത്തില് ഇടക്കാലത്ത് അയിത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലവിൽ വന്നത്. വർഷങ്ങളോളം, അത് നൂറ്റാണ്ടുകളോളം അത് തുടർന്നു പോന്നിരുന്നു. ആ സമയത്ത് ഈ ഭാരതത്തിൽ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ ദളിത് വിഭാഗത്തെ, അതായത് ഹിന്ദുക്കളിലെ ദളിതരെ തെറ്റിദ്ധരിപ്പിച്ച്, നിങ്ങൾ ഹിന്ദു മതത്തിൽ അനുഭവിക്കുന്ന ജാതീയത ക്രിസ്തു മതത്തിലില്ല, ക്രിസ്തു മതത്തിൽ നിങ്ങൾ ചേർന്നാൽ എല്ലാവരും തുല്യരാണ്, ജാതീയതയില്ല എന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചും, അവർക്ക് അപ്പോൾ ആ സമയത്ത് കുറച്ച് പാൽപ്പൊടിയോ എന്തെങ്കിലും ഒക്കെ കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റി, ജാതിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ അനുയായികളെ ഉണ്ടാക്കി അവരെ ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമായിട്ട് അവർ മാറ്റിയത്. അന്നും ദളിത് ക്രൈസ്തവർ എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത്, പുതുക്രിസ്ത്യാനി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇവരെ പുതുക്രിസ്ത്യാനി എന്ന് വിളിച്ച് അവരെ പാർശ്വവൽക്കരിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, സംവരണം, പിന്നോക്ക ഹൈന്ദവരിലെ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടുകൂടി ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്തു മതത്തിലേക്കുള്ള ഒഴുക്ക് നിലച്ചു. എങ്കിലും ചെറിയ തോതിൽ സംഭവിച്ചിരുന്നു. ഇവര് ഇതേപോലെ ചെറിയ ചെറിയ ഈ നമ്മൾ പറയല്ലോ കൊച്ചു മീനായിട്ട് വലിയ മീനെ പിടിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ ഇവർക്ക് വസ്ത്രങ്ങളോ ചെറിയ തുകകളോ ഒക്കെ കൊടുത്ത് തീരെ നിവൃത്തിയില്ലാത്ത കുറെ ദളിതരെ ഇവർ വീണ്ടും പ്രലോഭിപ്പിച്ച് മതം മാറ്റി കൊണ്ടിരുന്നു. ഈ സംവരണത്തിൽ കൂടി ഇവർ ഉയർന്നു വരാൻ തുടങ്ങിയതോടെ ദളിത് വിഭാഗത്തിൽ നിന്നും ഈ ക്രിസ്തുമതത്തിലേക്കുള്ള പരിവർത്തനം ഏകദേശം ഒരു 90% കുറഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത്, കുഞ്ഞാടുകളെ കൂടുതൽ ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് ഇനി ആകെ ഒരു മാർഗം ദളിത് വിഭാഗത്തിൽപ്പെട്ട് അവര് ജാതിയില്ലെന്നും പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോയി പുതുക്രിസ്ത്യാനി എന്ന് പറയുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചുരുക്കി പറയും പൂക്കറി എന്ന് പറയും, ആ വിഭാഗത്തിനെ ഹിന്ദുക്കളുടെ സംവരണ വിഭാഗത്തോടൊപ്പം ചേർത്ത് നിർത്തിയാൽ അവരുടെ സംവരണം, ഇവരുടെ സഭയുടെയൊക്കെ അധികാരമൊക്കെ ഉപയോഗിച്ച് ഹിന്ദു വിഭാഗത്തിൻ്റെ ദളിതർക്കുള്ള സംവരണം തട്ടിമാറ്റി അടിച്ചു മാറ്റി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രതി സംവരണം ലഭിക്കുന്ന ഇതിനു വേണ്ടി കുറച്ച് ദളിതരെ കൂടെ മതത്തിൽ ചേർക്കാം എന്നുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ ഒരു ദളിത് ക്രൈസ്തവർ എന്ന് പേരിട്ട് സംവരണം വേണമെന്ന് പറഞ്ഞ് ഒരു രംഗത്തിറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഒരു BJP നേതാവ് സന്യാസിനി ഉമാഭാരതി അവർ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു, ഇവിടെ ഒന്നുകിൽ നിങ്ങൾ ദളിതായിട്ട് നിൽക്കുക, അല്ലെ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുക. ദളിത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഒരു സമ്പ്രദായമേ ഇവിടെ വേണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഈ നാട്ടിലെ ഭരണകൂടങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രഭരണം സ്വീകരിക്കേണ്ട നിലപാടും. ഒന്നുകിൽ ദളിതായിട്ട് നിൽക്കുക, അല്ലെ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് സംവരണം വേണോ? തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ മതത്തിലേക്ക് വന്ന് ആ ദളിത് വിഭാഗമായിട്ട് നിലനിന്നാൽ നിങ്ങൾക്ക് സംവരണം ലഭിക്കും എന്നുള്ള ഒരു ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഇവിടെ ഇവര് പല രീതിയിൽ പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ ഹിന്ദുക്കളെ മതം മാറ്റിയത്. പണ്ട് കാലത്ത് നമുക്കറിയാം, ഈ ജാതീയമായിട്ട് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവരിലെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ തന്നെ, ബ്രാഹ്മണരാകട്ടെ
നായരായിട്ട് ഇതേപോലുള്ള വിഭാഗത്തിൽപ്പെട്ടവരെ ഈ ഈ ജാതിയിൽ നിന്ന് അവരെ എന്ത് അവരെ മാറ്റി നിർത്താറുണ്ടായിരുന്നു, ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്താറുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ജാതിയുമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന ആൾക്കാരെ ഇവർ കുറെ പേരെ സമീപിച്ച് അവരെ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കി. ബ്രാഹ്മണരിൽ ഉൾപ്പെടെയുള്ളവരെ ബ്രാഹ്മണ വിഭാഗത്തിൽ സ്മാർത്ഥ വിചാരം നടത്തിയായിരുന്നു പുറത്താക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവർക്ക് ബ്രാഹ്മണരെന്നോ ഹിന്ദുവെന്നോ ഉള്ള ആ രീതിയിൽ നിലനിൽക്കാൻ പറ്റാതിരുന്നപ്പോൾ അത്തരം കുറെ പേരെ ഇവര് ക്രിസ്തുമതത്തിലേക്ക് സ്വീകരിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ എന്ത് ചെയ്തു? അവർക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ വേണ്ടി അവർ മതം മാറി ക്രൈസ്തവരായി. അങ്ങനെ ഈ ഉയർന്ന ജാതിയിൽ നിന്ന് അങ്ങനെ മതം മാറിയവരാണ് കുറേയേറെ വിഭാഗങ്ങൾ ക്രൈസ്തവരായവർ. പിന്നെ ഇവര് ഈ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. നമുക്ക് തന്നെ അറിയാം, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഇവരുടെ ഇന്നും തെറ്റിദ്ധരിപ്പിച്ച് ഈ ഹൈന്ദവ ദേവന്മാരെല്ലാം അത് ദൈവങ്ങളല്ല, അവര് കൊലയാളികളാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിഭാഗങ്ങൾ, അത് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാര് പ്രചരണം നടത്താറുണ്ട്. അതുകൊണ്ട് അവർ ദൈവങ്ങളല്ലാത്തതുകൊണ്ട് നിങ്ങൾ സത്യദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആയതുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് മതം മാറാനാണ് ഇവരുടെ പല പെന്തക്കോസ്തു വിഭാഗങ്ങളും പ്രചരണം നടത്തുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ പണ്ട് പുരാതന കാലത്ത് ക്രിസ്തു മതത്തിന്റെ തുടക്ക സമയത്ത് ഇവരുടെ ഈ മിഷണറിമാര് ചെയ്ത ഒരു അഭ്യാസമാണ് ഈ ഹൈന്ദവ ദേവന്മാർക്ക് ശക്തിയില്ല, അവരുടെ ദൈവമാണ് ശക്തൻ എന്ന് കാണിക്കാൻ വേണ്ടി. നമുക്കെല്ലാം അറിയാം, ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ കല്ലിൽ തീർത്തതാണ്. ഇതേപോലുള്ള കല്ലിൽ തീർത്ത വിഗ്രഹവും മരം കൊണ്ടുണ്ടാക്കിയ കുരിശും കൊണ്ട് വെള്ളത്തിൽ കൊണ്ടിടും. എന്നിട്ട് പറയും ഇത് ശക്തി ഉള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും, ശക്തിയില്ലാത്ത ദൈവമല്ലെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ താണുപോകുമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെയൊക്കെ പണ്ട് പുരാതന കാലത്ത് മതം മാറ്റിയത് ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ഒരു കല്ല് കൊണ്ട് വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ താണുപോകും. വിഗ്രഹം കല്ലാണ്, വെള്ളത്തിൽ ഇട്ടാൽ താണുപോകും. മനുഷ്യനാണെങ്കിൽ പോലും ചേതന നശിച്ചു കഴിയുമ്പോഴാണ് വെള്ളത്തിന് മുകളിൽ പോയി കിടക്കുന്നത്. മരിച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ താണു കിടക്കത്തേ ഉള്ളൂ. നേരത്തോട് നേരമാകുമ്പോഴാണ് പൊങ്ങി വരിക. അപ്പോൾ അവന്റെ ചേതന നശിക്കുമ്പോൾ അത് പൊങ്ങി വരും. വെറുതെ ഒരു വിഗ്രഹം കല്ലിൽ കൊത്തി എടുത്തു കഴിഞ്ഞാൽ അതിന് ചേതന ഉണ്ടാകത്തില്ല. സ്വാഭാവികമായിട്ടും അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം ഇളക്കുമ്പോൾ തന്നെ അതിന്റെ ചേതന നഷ്ടപ്പെടും, അത് അശുദ്ധമായി കഴിയുമ്പോൾ. അതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താണുപോകും. അപ്പം അന്ന് കാലത്ത് ഈ നിരക്ഷരായിട്ടോ അല്ലെ കൂടുതൽ ഇതേക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ ചിന്തിക്കുക ശരിയാണ്, അതാണ്ട് വിഗ്രഹം വെള്ളത്തിലിട്ടപ്പോൾ താണുപോയി, കുരിശ് വെള്ളത്തിലിട്ടപ്പോൾ അത് പൊങ്ങിക്കിടക്കും, അപ്പം ഇതാണ് യഥാർത്ഥ ശക്തിയുള്ള ദൈവം എന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ച ആൾക്കാരുമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രലോഭനത്തിൽ കൂടി ഈ തെറ്റിദ്ധരിപ്പിച്ചു ആളുകളെ മതം മാറ്റി അവര് സഭ വളർത്തി. ഇപ്പോൾ ആ രീതിയിൽ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഹിന്ദു സമൂഹത്തിലെ ദളിതന്മാരെ, നല്ലൊരു വിഭാഗം ദളിതന്മാരെ അടർത്തിയെടുക്കാനുള്ള ഏക മാർഗം ഇതാണ് സംവരണം. സ്വാഭാവികമായിട്ട് ഇവർക്ക് സംവരണം കൊടുത്തു കഴിഞ്ഞാൽ കുറേയേറെ ആൾക്കാർ അവർ നേടിയെടുക്കും. അവരുടെ പള്ളിയുടെയും ഒക്കെ ശക്തിയും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് സംവരണം അവർ അടിച്ചു മാറ്റും. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ദളിതർ എന്തെടുക്കും? എന്തായാലും ഒരു കുടുംബം രക്ഷപ്പെടേണ്ട ജോലി ആവശ്യമാണ്, തങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി ആവശ്യമാണ്. ഇങ്ങോട്ട് മാറിയാൽ ഇവർ പള്ളിക്കാരിടപെട്ട് അവർക്ക് ആ സംവരണത്തിൽ കൂടി ജോലി മേടിച്ചു തരും, എന്നാൽ അങ്ങോട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും മാറും എന്നുള്ള ചിന്ത ഈ മത നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ദളിത് ക്രൈസ്തവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് അവരിറങ്ങിയിരിക്കുന്നത്. ക്രൈസ്തവരിൽ ദളിതരില്ല, അവര് യേശുവിന്റെ അനുയായികളായതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ ജാതി ഉണ്ടെന്ന് പറയുന്നത്, ജാതി ഇല്ലെന്നല്ല പറഞ്ഞ്, ക്രൈസ്തവരിൽ ഹിന്ദുവിനെക്കാട്ടി വലിയ ജാതി നിലനിൽക്കുന്നതാണ്. മർത്തോമ സഭ ഒരു ജാതി, ഓർത്തഡോക്സ് സഭ ഒരു ജാതി, യാക്കോബായ സഭ ഒരു ജാതി, ലത്തീൻ കത്തോലിക്കർ ഒരു ജാതി, പിന്നെ റോമൻ കത്തോലിക്കർ ഒരു ജാതി, മലങ്കര കത്തോലിക്കർ, ഇങ്ങനെ ജാതീയതയുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഹിന്ദുക്കളിൽ ജാതിയുണ്ടെന്നും പറഞ്ഞ് ഇവര് വളരെ വലിയ പ്രചരണങ്ങൾ നടത്തി ഇവര് ഇങ്ങനെ മതത്തെ ആളെ കൂട്ടിക്കൊണ്ടിരുന്നത്. അത് ഇച്ചിരി നിലച്ചപ്പോൾ ഇപ്പൊ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ദളിത് ക്രൈസ്തവർക്ക്
സംവരണം വേണം, അവർക്ക് സംവരണം കൊടുക്കണം. എന്തിന് സംവരണം കൊടുക്കണം? അത് കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നിലപാടെടുക്കണം. ഇത് സംവരണം എന്ന് പറയുന്നത് ഹിന്ദു അല്ലെ സനാതന ധർമ്മത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി, അവർ ഉന്നമനത്തിന് വേണ്ടി നടപ്പാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ജാതിയില്ലെന്ന് പറഞ്ഞ് പോയി ക്രിസ്തുമതത്തിൽ പോയി ചേരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ജാതി സംവരണത്തിന് അർഹതയില്ല എന്നുള്ള ശക്തമായ നിലപാടെടുക്കുക. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സംഘടനാ നേതാക്കന്മാരെ വിളിച്ച് ചർച്ച നടത്തുക. ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ക്രിസ്തു മതവിഭാഗം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സംവരണം, നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണത്തിൽ ഇവരെ കൂടെ ഉൾപ്പെടുത്തട്ടെ എന്ന് ചോദിക്കുക. അതായത് നിങ്ങളുടെ ആ ജാതി പട്ടികവർഗ സംവരണത്തിൽ ഇവരെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണം കൂടി ഇവർക്കൂടെ കൊടുക്കാൻ വേണ്ടി കേന്ദ്രം നിലപാട് സ്വീകരിക്കണോ അല്ലെങ്കിൽ നടപടി എടുക്കണോ എന്ന് ഇവരെ വിളിച്ച് ചർച്ച ചെയ്യുക. അവർ പറയാം കുഴപ്പമില്ല എന്ന് പറയുമോ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ചിന്തിക്കുന്ന പട്ടികജാതി സമുദായ നേതാക്കൾ അതിനെ എതിർക്കും. കാരണം അവരുടെ ആത്മാഭിമാനത്തിനെ ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലാണ് ഈ ക്രിസ്തീയ സഭകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരിൽ ഒരു വിഭാഗത്തെ മതം മാറ്റിയെടുത്തിട്ട് പുതുക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി ദളിത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. കാരണം ഈ സംവരണം, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഹിന്ദു സമൂഹത്തിലുള്ളതിനേക്കാൾ വലിയ ജാതീയതയാണ് ക്രിസ്തുമതത്തിലുള്ളതെന്നുള്ളത്. ഒരു രീതിയിലും ദളിത് ക്രൈസ്തവർ എന്നുള്ള ഒരു പദം പോലും ഉപയോഗിക്കരുത് എന്നുള്ള ഒരു വിജ്ഞാപനം തന്നെ കേന്ദ്ര സർക്കാർ ഇറക്കിയാൽ അത്രയും നല്ലത്. കാരണം ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമില്ല. ക്രിസ്ത്യാനിയായിട്ട് തന്നെ നിലനിൽക്കുക. അവരുടെ സംവരണം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ പള്ളികളിൽ സംവരണം കൊടുക്കുക, അവരുടെ വീടുകളിൽ കയറ്റാൻ ശ്രമിക്കുക. ഈ സഭ ഏത് സഭയിലുണ്ട് ഒരു മെത്രാപ്പോലിത്തായിട്ട് അല്ലെ സഭയുടെ പരമാധ്യക്ഷനായിട്ട് ഒരു ദളിതൻ വന്നിട്ടുണ്ട്. മതം മാറ്റിയെടുത്ത ആളുകൾ, ദളിത് വിഭാഗത്തിൽ നിന്ന് മതം മാറ്റിയെടുത്ത ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അച്ഛന്മാരും മേൽപ്പട്ടക്കാരും ഒക്കെ ഉണ്ട് CSI സഭയിൽ. അങ്ങനെ ചിലർ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പരമാധ്യക്ഷന്മാരായിട്ട് എത്ര പേര് വരുന്നുണ്ട്? ഇങ്ങനെ അവരെ മുഖ്യധാരയെ കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ദളിതരുടെ സംവരണാനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഈ സഭാ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും അനുകൂലിച്ച് സംസാരിക്കാൻ BJP-യിൽപ്പെട്ട നേതാക്കന്മാർ പോലും തയ്യാറാകരുത്. കാരണം ഒരിക്കലും BJP-ക്ക് ഇവരുടെ ആരുടെയും വോട്ട് ലഭിക്കത്തില്ല. ഇവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച്, ഇവരുടെ ഈ വാചകവടി തെറ്റിദ്ധരിച്ച് അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ BJP ശ്രമിക്കരുത്. കാരണം അവരൊരിക്കലും ഈ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല. ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു പോയിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാർ ഒന്നിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും. BJP-യിൽ ഇത്തരക്കാർ വളരെ ചുരുക്കമാണ്. ഒരു ശതമാനം പോലും കാണത്തില്ല. അവർ BJP-ക്ക് ഒരിക്കലും വോട്ട് ചെയ്യാൻ തയ്യാറാകത്തുമില്ല. അവരെപ്പോഴും ഹിന്ദു മതത്തിൽ നിന്നപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായിരുന്നു നിലനിരുന്നത് അതിനോടൊപ്പം ചേർന്നേ അവർ പോവുകയുള്ളൂ. അപ്പോൾ ഈ മതം മാറിപ്പോയ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും BJP-ക്ക് ലഭിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യവും BJP നേതാക്കൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശക്തമായി ആ നേതാക്കന്മാര്, ഈ BJP-യുടെ നേതാക്കന്മാരെ ഇത്തരം പ്രസ്താവനകളെ അപലപിക്കാൻ തയ്യാറാകണം. അല്ല അവരുടെ വോട്ട് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കരുത്, ശക്തമായി അപലപിക്കണം. ഇവരുടെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് ഏറ്റവും വലുത്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഗോത്രവർഗത്തിൽ നിന്നും മതം മാറ്റിക്കൊണ്ടുപോയി സംവരണ ആനുകൂല്യം നേടിയിരിക്കുന്നവരെ പോലും അതിൽ നിന്ന് ഒഴിവാക്കണം. ഇങ്ങനെ മതം മാറി ഗോത്രവർഗങ്ങളിൽ നിന്നും മതം മാറി ക്രിസ്ത്യാനികൾ ആയവർക്ക് ഗോത്രവർഗങ്ങൾക്കുള്ള സംവരണം കൊടുക്കാൻ പാടില്ല. അവരെ അതിൽ നിന്ന് ഒഴിവാക്കി ഹിന്ദുധർമ്മത്തിൽ അല്ലെ സനാതനധർമ്മത്തിൽ നിൽക്കുന്ന ആ ഗോത്രവിഭാഗങ്ങൾക്ക് മാത്രമായി സംവരണം ചുരുക്കണം. അങ്ങനെ മാത്രമാണ് ഇത്തരം നടപടികൾക്ക് ഈ സഭകൾ കാണിക്കുന്ന ഇത്തരം കൊള്ളരുതായ്മയ്ക്ക് അറുതി വരുത്താൻ കഴിയുകയുള്ളൂ.
എന്ത് ദളിതാണ് ക്രിസ്തു മതത്തിലുള്ളത്? അവിടെ യേശുവിൻ്റെ അനുയായികളെല്ലാം ഒറ്റ ഒരു ജാതി എന്ന് പറഞ്ഞിട്ട്, ഇതിനകത്ത് ജാതീയത ഇല്ലെന്ന് പറഞ്ഞിട്ട്, ജാതി വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞിട്ട്, നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് മതം മാറ്റിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ ദളിത് സംവരണം വേണമത്രേ. ഈ മത നേതാക്കന്മാരെ ശക്തമായി അപലപിക്കണം. അതാണ് വേണ്ടത്. അവരുടെ നടപടികളെ, നിലപാടുകളെ ശക്തമായി ഹൈന്ദവർ പിന്നെ എത്തിച്ചു കൊടുക്കണം, ദളിത് വിഭാഗങ്ങളുടെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ സംവരണം തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ദളിത് ക്രൈസ്തവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് സഭാ നേതൃത്വം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം യഥാർത്ഥ ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ എത്തിച്ചു കൊടുക്കാനാണ് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കേണ്ടത്. അതിനുള്ള നടപടികൾ എടുക്കാൻ ഒട്ടും വൈകിക്കൂടാ. ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. ഒരുപാട് ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ഒരുപാട് പേരെ ഇവർ പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും അവരുടെ മതത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അത് ആ ദളിത് എന്നുള്ള ആ ഒരു സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഈ ആ ഒരു സ്വത്വത്തിനൊപ്പം തന്നെ എല്ലാം തകിടം മറിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവരുടെ പ്രവർത്തന രീതിയും അത് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.